അച്ഛ വരുൺ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ആ അച്ഛന്റെ കയ്യില് പണ്ടത്തെ പോലെ എന്തെങ്കിലും കത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മോളെ. പക്ഷേ വരുൺ എന്തോ പറ്റിയിട്ടുണ്ട്. എന്തു പറ്റി? പണ്ട് നമ്മുടെ എസ്റ്റേറ്റിലെത്തിയാൽ അവന്റെ ശീലം എന്തായിരുന്നു? ഒരു ക്യാമറ എടുക്കുക, അവിടെ മൊത്തം ചുറ്റിക്കറങ്ങുക, എന്നിട്ട് വർഷങ്ങളായിട്ട് നമ്മൾ പോലും കാണാത്ത കാര്യങ്ങൾ കണ്ടെത്തുക. പിന്നെ സാധാരണക്കാരുടെ കൂടെ നടക്കുക, അവരുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ആയിരുന്നില്ലേ? ഒരു ഉത്സവാഘോഷം പോലെ ആയിരുന്നു അവന്. പക്ഷേ ഇപ്പെന്തോ എല്ലാ കാര്യങ്ങളും അവൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ നിന്ന് മാറി കുറച്ച് നിശബ്ദനായിട്ട് നിൽക്കുക. എന്തോ ഒരു നഷ്ടബോധമുള്ള പോലെ. ഉണ്ട്, അവനൊരു നഷ്ടബോധമുണ്ട്. നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് വിശദമായിട്ട് ഞാൻ പറയാം. എന്റെ അമ്മേ, നഷ്ടബോധമുണ്ട് പിന്നെ വിശദമായിട്ട് പറയാന്നൊക്കെ പറയുമ്പോഴേ ഏട്ടൻ എന്താ വിചാരിക്കുന്നത്? എന്തോ വലിയ പ്രശ്നമുണ്ടെന്നല്ലേ? അവനെ പ്രിയങ്ക പിരിഞ്ഞു നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അതവൻ ഇന്നലെ വിളിച്ചപ്പോ പോലും എന്നോട് പറഞ്ഞതാ. ആ, അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞമ്മേ. സത്യത്തിൽ പ്രിയങ്ക അങ്ങോട്ട് അയച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. ഓ, ഇനിയിപ്പോ അതൊന്നും വേണ്ട. 1-2 ദിവസം കഴിയുമ്പോ അവനിങ്ങെത്തും. പത്മിനി, എനിക്കൊന്ന് കുളിക്കണം. കുറച്ച് ചൂടുവെള്ളമിട്. പ്രിയങ്കേ, നീ വന്നേ. അവൻ എന്താ ചിന്തിച്ചിരിക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എഴുതി, നാളെ മോളുടെ ബർത്ത്ഡേയാ. ഈ തിക്കിലും തിരക്കിലും ഞാനതങ്ങ് വിട്ടുപോയി. എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. മോളുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം. അത് മ്യൂസിക് സ്കൂളിൽ തന്നെ ആവാം, അല്ലേ എടുത്തി? മോളെ കണ്ടെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ. ശ്യാമയും മോള് ഒന്നിച്ചു നിന്ന് ആഘോഷിക്കണമെന്ന് എന്റെ ആഗ്രഹം. പക്ഷേ എല്ലാം തുറന്നു പറഞ്ഞിട്ട് അത് നടക്കില്ലല്ലോ. ശരിയാ. നാളെ മോളോട് നേരത്തെ സ്കൂളിൽ വരാൻ പറയണം. അവള് വരുമ്പോ സ്വീകരണം ഏർപ്പാട് ചെയ്യണം. അവൾക്കത് വലിയൊരു സർപ്രൈസ് ആയിരിക്കണം. പിന്നെ സദ്യ, കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനങ്ങൾ, അങ്ങനെ എല്ലാം വേണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം, ശ്യാമ പേടിക്കണ്ട. ഇത്രയും ദിവസം മോളുടെ ബർത്ത്ഡേ ആയിരിക്കുമ്പോ ഞാൻ ഏതെങ്കിലും ക്ഷേത്രത്തിലായിരിക്കും. സങ്കടം കൊണ്ട് മുഖം നേർത്ത് ആരെയും നോക്കാൻ പോലും കരുത്തില്ലാതെ കരഞ്ഞ്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അവൾ എന്റെ കൂടെയുണ്ട്. എനിക്ക് എന്റെ മോളുടെ സന്തോഷം കാണണം. പക്ഷെ ശ്യാമ, ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ എടുത്തേ? വേറൊന്നുമില്ല, അവളുടെ ബർത്ത്ഡേ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളെങ്ങനെ അറിഞ്ഞൊന്ന് ചോദ്യം വരില്ലേ? അങ്ങനെ ചോദിക്കില്ല. അവൾ അനാഥയാണെന്നല്ലേ അവള് വിശ്വസിക്കുന്നത്. അപ്പൊ പിന്നെ ജനിച്ച ദിവസത്തെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ചോദിച്ചാ നമ്മള് ഒരു ദിവസം അങ്ങ് തിരഞ്ഞെടുത്ത് ആഘോഷിക്കുന്നു എന്ന് പറയാം. അതുപോലെ മതി. അടുത്ത വർഷമെങ്കിലും അവൾ എന്റെ മകളായിട്ടും ഞാൻ ശ്യാമയായിട്ടും ഈ ആഘോഷം നടക്കണം. അതൊക്കെ നടക്കും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഐശ്വര്യം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. എന്തിന്? ആശ്രമത്തിലേക്ക് പോകുന്ന എന്തിനാ?
ജീവിതത്തിലെ മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ച് സന്യാസ ജീവിതം നയിക്കാൻ തന്നെ. എനിക്ക് അങ്ങനെയുള്ള ജീവിതമാണ് വിധിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു മാഡം. ഒരു കണക്കിന് അത് തന്നെ നല്ലതും. ആ, ഉം. പിന്നെ അങ്ങനൊരു തീരുമാനമൊന്നും മോളെടുക്കേണ്ട കാര്യമില്ല. ഒരു ആശ്രമത്തിലും പോകേണ്ട കാര്യവുമില്ല. മോളുടെ കൂടെ കൃഷ്ണൻ എപ്പോഴും ഉണ്ട്. ഭക്തിയും നന്മയും തികഞ്ഞൊരു ജീവിതം നയിക്കുന്നതിൽ ആശ്രമത്തിൽ പോകണമെന്നൊന്നുമില്ല. മോൾ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. അല്ല മാഡം, കാലം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന എന്തൊക്കെയാന്ന് നിനക്കറിയില്ല കുട്ടി. മാഡത്തിനറിയോ? എനിക്കറിയാം, എനിക്ക് നന്നായിട്ടറിയാം. ആ, അല്ല, ഇപ്പൊ നിന്നെ വിളിച്ചത് എന്തിനാന്നറിയോ? ഇല്ല. നാളെ കുറച്ച് നേരത്തെ സ്കൂളിലെത്തണം. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്താ മാഡം? ആ, അതൊക്കെ വന്നിട്ട് പറയാം. നീ ഇനി ആശ്രമിച്ചതൊന്നും വേണ്ട, കേട്ടല്ലോ? കേട്ടു. അപ്പോ നാളെ നേരത്തെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാഡം.